എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ തയ്യാറാക്കി കഴിഞ്ഞു. ഇന്നലെ ഞങ്ങളുടെ പ്രായരി മണ്ഡലത്തിൽ, പ്രായരി കണ്ണാടി മാത്തൂർ മണ്ഡലത്തിൽ നടന്ന റോഡ് ഷോ എന്നെ വ്യക്തമാക്കുന്നത് പാലക്കാട് നിയോജക മണ്ഡലം ഇത്തവണ BJPക്ക് ഒപ്പമാണ്, NDAക്ക് ഒപ്പമാണെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ, അതിനേക്കാൾ ആവേശത്തിലാണ് പാലക്കാട്ടത്തെ വോട്ടർമാർ. അവർ കഴിഞ്ഞ 21-ൽ പറ്റിയ തെറ്റ് തിരുത്താൻ ഉള്ള അവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കും. പാലക്കാടിൻ്റെ വികസനത്തിനായിട്ട്, അതുപോലെ തന്നെ പാലക്കാട് മത്സരിക്കുന്ന 2 കപട മതേതര മുന്നണികൾക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഇത്തവണത്തെ വിധിയെഴുത്ത്. പാലക്കാട് എടുക്കുന്നതാണോ? ഇത്തവണ പാലക്കാട് ഞങ്ങൾ എടുക്കും. പാലക്കാടിൻ്റെ വികസനം, അതാണ് പാലക്കാട്ടെ വോട്ടർമാരുടെ ആവശ്യം. ആ വികസനം സാധ്യമാവണമെങ്കിൽ NDA വിജയിക്കണമെന്ന് അവർ കരുതുന്നു. NDA വിജയിച്ചാൽ അവർക്ക് കിട്ടുന്ന, പാലക്കാടിന് ലഭിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തുന്നു. പാർട്ടിക്കകത്ത് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ ഇപ്പോൾ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പോക്ക്, ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? 48 മണിക്കൂറായല്ലോ, വലിയ അവകാശവാദമൊക്കെ ഉന്നയിച്ചതാണല്ലോ. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വ്യക്തികേന്ദ്രീകൃതമല്ല, ഞങ്ങൾ ആശയവും ആദർശവും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഏതെങ്കിലും വ്യക്തി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പോയതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചാൽ ഈ പ്രസ്ഥാനത്തിന് യാതൊന്നും സംഭവിക്കില്ല എന്നുള്ളത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് പാലക്കാട് സംഭവിക്കാൻ പോകുന്നത്. ഇതിനുള്ള തിരിച്ചടി 23-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് നമുക്കൊപ്പം ചേർന്ന്